ഡോക്ടർ ബി ജയരാജ്, ഇന്ന് പാലക്കാട്ട് കേട്ടത്, തൃശ്ശൂരിൽ കണ്ടത് മാറ്റത്തിന്റെ സന്ദേശം. ഇതിനകത്ത് സാധാരണഗതിയിൽ നിങ്ങൾ ഇന്നത്തെ പ്രോഗ്രാമിന് ടൈറ്റിൽ കൊടുത്തേക്കുന്ന കൊള്ളാം, നരേന്ദ്രപൂരം. സാധാരണ നമ്മൾ പൂരം കാണാൻ എന്തിനാണ് പോകുന്നത്? രാഷ്ട്രീയ ഉദ്ദേശത്തോടൊന്നും അല്ലല്ലോ പോകുന്നത്. ആനയുണ്ട്, അമ്പാരിയുണ്ട്, ആൾക്കൂട്ടമുണ്ട്, അത് കാണാനായിട്ട് ആളുകൾ പോകും. അതുപോലെയാണോ പ്രധാനമന്ത്രി വരുമ്പം, ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വരുമ്പം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസംഗം ശ്രവിക്കാനൊന്നും അല്ല ആളുകൾ പോകുന്നത്. അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതുകൊണ്ട് അത് കാണാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് അതിനെ പൂരമായിട്ടൊന്നും ഉപമിക്കേണ്ടുന്ന കാര്യമില്ല. പൂരമായിട്ട് ഉപമിച്ചാൽ നല്ലതാണ്. കാര്യം എന്ന് വെച്ചാൽ കാഴ്ചയ്ക്കുള്ള ഒരു വസ്തുവായി, അല്ലെ കാഴ്ച വസ്തുവായിട്ട് പ്രധാനമന്ത്രിയെ കൊണ്ടു നടക്കുന്നു എന്നുള്ളൊരു വ്യംഗ്യം അതിനകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ടെന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിച്ചതേ ഉള്ളൂ. അത് പൂരത്തെ വെറും ഒരു കാഴ്ച വസ്തുവായി കാണല്ലേ, അല്ലെങ്കിൽ വേണമെങ്കിൽ എനിക്ക് വലിയ വിവാദമാക്കാം. കെട്ടുകാഴ്ച എന്ന് പറയുന്നത് അല്ല, ഞാൻ പറയാം, കെട്ടുകാഴ്ച എന്നാണ് നമ്മുടെ അവിടെ പറയുന്നത്. ഉത്സവങ്ങൾക്ക് കെട്ടുകാഴ്ചകൾ എന്നാണ് പറയുന്നത്. ഉത്സവങ്ങളുടെ കൂടെ നടക്കുന്ന വണ്ടിക്കുതിരയാണെങ്കിലും എടുപ്പുകുതിരയാണെങ്കിലും ഒക്കെ ശരി, തെക്കൻ സൈഡുകളിൽ പറയുന്നത് കെട്ടുകാഴ്ച എന്നാണ് പറയുന്നത്. അതുകൊണ്ട് കെട്ടുകാഴ്ച എന്ന് പറയുന്നതും കാഴ്ച വസ്തു എന്ന് പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അത് തന്നെയാണ് വാക്കിന്റെ അർത്ഥം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അത് വിവാദമാക്കണമെന്ന കാര്യമൊന്നുമില്ല. അതാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. ക്ഷേത്രോത്സവങ്ങൾ കെട്ടുകാഴ്ച ആവുന്നത് എങ്ങനെയാണ് ഒന്ന് പറഞ്ഞു തരുമോ? കെട്ടുകാഴ്ച കെട്ടുകാഴ്ചകൾ നടത്തുന്നത്, കെട്ടുകാഴ്ചകൾ എന്ന് പറഞ്ഞൊന്നുണ്ടോ? കെട്ടുകാഴ്ച ഞങ്ങളവിടെ കൊല്ലത്തൊക്കെ നിശ്ചല ദൃശ്യങ്ങളെയാണ് നമ്മൾ കെട്ടുകാഴ്ചകൾ എന്ന് പറയുന്നത്. അല്ലല്ല കെട്ടുകാഴ്ച വിളക്കുകെട്ടെന്ന് പറഞ്ഞ ആചാരമാണ്. വിളക്കുകെട്ട് തന്നെയാണ് പറയുന്നത്. തിരുവനന്തപുരത്താണ്. കെട്ടുകാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഘോഷയാത്രകളിൽ കൊണ്ടുപോകുന്ന നിശ്ചല ദൃശ്യങ്ങളെയോ രൂപങ്ങളെയോ മതി. കൊല്ലത്തെന്നിറങ്ങി എന്തായാലും 3 സംഭാവനകളാണ്, 3 പ്രധാനപ്പെട്ട സംഭാവനകളാണ് BJP NDA ഗവൺമെന്റ് ഭാരതീയരുടെ മേലിൽ നൽകിയത്. ഒന്നാമത്തെ സംഭാവന എന്ന് പറയുന്നത് നോട്ട് ബന്ദി, ആദ്യത്തെ സംഭാവന, അതായത് നോട്ട് നിരോധനം എന്ന് നമ്മൾ പറയുന്ന കാര്യം. രണ്ടാമത്തെ വളരെ വിദഗ്ധമായ ഒരു സംഭാവനയും കൂടെ നൽകി. ആ സംഭാവനയാണ് വർഗീയത. മൂന്നാമത്തെ പ്രധാനപ്പെട്ട സംഭാവന ഇന്ത്യൻ ജനതയുടെ മുന്നിൽ കെട്ടിയേൽപ്പിച്ചതാണ് ഈ നേരത്തെ ഡോക്ടർ K ജയപ്രസാദ് പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ വിദേശ നയത്തിലെ വ്യതിചലനം. നമുക്കൊരു ചേരിചേരാ നയം ഉണ്ടായിരുന്നു. മിസിസ് ഗാന്ധിയുടെ കാലത്ത് തുടങ്ങി വെച്ച ഒരു ചേരിചേരാ നയത്തിൽ നിന്ന് വ്യതിചലിച്ച് ഏകധ്രുവ ലോകത്തിലേക്ക് മാറിയെന്ന് കരുതി നമ്മുടെ ചേഞ്ചസ് ഉണ്ടായതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളുടെ ബന്ധുക്കളായിട്ടുള്ളവരെ ശത്രുക്കളാക്കുകയും നമ്മളുടെ ശത്രുക്കളായിട്ടുള്ളവരെ ബന്ധുക്കളാക്കാൻ ശ്രമിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഹോർമോസ് കടലിടുക്കിലൂടെ നമുക്ക് എണ്ണയും കാര്യങ്ങളൊന്നും കൊണ്ടുവരാൻ പറ്റാത്തത്. എന്നിട്ടിപ്പോൾ പറയുന്നത് GCC രാജ്യങ്ങളിൽ അവിടെ അധികം ജനങ്ങൾ വഹിക്കുന്നു. GCC രാജ്യങ്ങൾ എന്തിനാണ് ഇറാൻ ആക്രമിച്ചത്? അവിടെ US ബേസ് ഉണ്ടായതുകൊണ്ടാണ് ആക്രമിച്ചത്. ഇറാനെ എന്തിനാണ് ആക്രമിച്ചത്? ഒരു കാര്യമില്ല. ഇറാഖിനെ എന്തിനാണ് ആക്രമിച്ചത്? വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ എന്നാ അന്ന് പറഞ്ഞേ. അവിടെ എന്തെങ്കിലും വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ കണ്ടെത്താൻ അമേരിക്കക്കാർക്ക് കഴിഞ്ഞോ? റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ മേടിക്കുന്നു, അത് മേടിക്കരുത് എങ്കിൽ തീരുവ കിട്ടുമെന്ന് പറഞ്ഞു. ഉടനെ നമ്മൾ കുമ്പിട്ട് അതങ്ങ് നിർത്തി. അല്ലെങ്കിൽ നമുക്ക് എണ്ണയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകത്തില്ലായിരുന്നു, നാച്ചുറൽ ഗ്യാസിന് ബുദ്ധിമുട്ടുണ്ടാകത്തില്ലായിരുന്നു. ഇപ്പോൾ ഫ്ലാറ്റ് താമസിക്കുന്നവരൊക്കെ എങ്ങനെ താമസിക്കുമെന്നാണ്, ഇനി അതിനകത്ത് നിയന്ത്രണം കൊണ്ടുവരുന്നു കഴിഞ്ഞാൽ എങ്ങനെ താമസിക്കുമെന്നാണ് പറയുന്നത്. ഇതൊക്കെയാണ് ജനങ്ങളെ ഡയറക്റ്റായിട്ട് ബാധിക്കുന്ന വിഷയങ്ങൾ. അത്തരം വിഷയങ്ങളിൽ ഒന്നും ഇടപെടാതെ കേന്ദ്ര ഏജൻസികളുണ്ടല്ലോ, CBI ഉണ്ട്, പിന്നെ ഒരുപാട് അന്വേഷണ ഏജൻസികളുണ്ട്, NIA ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ട് അന്വേഷിച്ചിട്ട് കേന്ദ്ര പോലീസിനെ കൊണ്ട് ഇവിടെ ആരെങ്കിലും ഇടത് വലത് മുന്നണികൾ അഴിമതി നടത്തി പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കുന്നത് കണ്ടുപിടിക്കട്ടെന്നേ. ഒരു പ്രധാനമന്ത്രി തന്നെ അതിന് കേരളത്തിൽ BJP അധികാരത്തിൽ വരണമെന്ന കാര്യമൊന്നുമില്ല. അപ്പോൾ ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തുന്നുണ്ട്, അത് കാമ്പുള്ള രാഷ്ട്രീയ പ്രസംഗമായിരിക്കണം. ഇതൊരു എലക്ഷൻ ഗിമിക്ക്, ഒരു എലക്ഷന് വേണ്ടിയിട്ട് നടത്തിയ ഒരു പ്രസംഗമാണ്. എലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് ഇവിടുത്തെ ആളുകൾ പറഞ്ഞു കൊടുക്കുന്ന അനുസരിച്ചിട്ട് എഴുതി തയ്യാറാക്കിയ ഒരു പ്രസംഗമാണ് ഇന്ന് പ്രധാനമന്ത്രി എന്ന നിലയിൽ, പ്രധാനമന്ത്രി എന്ന നിലയിലല്ല, BJPയുടെ ഒരു നേതാവ് എന്നുള്ള നിലയിൽ ശ്രീ നരേന്ദ്രമോദി നടത്തിയതെന്നാണ് എൻ്റെ ആദ്യത്തെ നിരീക്ഷണം. രണ്ടാമത്തെ നിരീക്ഷണം, ഈ പറയുന്ന വോട്ട് മറിക്കല്, കോൺഗ്രസ് ലീഗ് BJP സഖ്യം, ഡീലുകൾ, ഇതൊക്കെയാണല്ലോ ഇപ്പോൾ പ്രധാനമായിട്ട് ചർച്ച വരുന്നത്. ഇന്നിപ്പോൾ വേറൊരു പുതിയൊരു വിവാദം കൊണ്ടുവന്നിരിക്കുന്നത് SDPA ആയിട്ടുള്ള ഡീലെന്ന് പറഞ്ഞിട്ട് വേറൊരു ചർച്ച കൊണ്ടുവന്നിരിക്കുന്നു. ഇതൊന്നുമല്ല ഇവിടെ നടന്നിട്ടുള്ള വികസനം. കഴിഞ്ഞ 10 വർഷങ്ങളിൽ ഇവിടെ കേരളത്തിൽ നടന്നിട്ടുള്ള വികസനം നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതാണ്. ആരോഗ്യ മേഖലയിലാകട്ടെ, വിദ്യാഭ്യാസ മേഖലയിലാകട്ടെ, ഇൻഡസ്ട്രീസിൻ്റെ ലെവലിലാകട്ടെ, സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിലാകട്ടെ,
എല്ലാ കാര്യങ്ങളും നടന്നിട്ടുള്ള വികസനം നമുക്ക് ജനങ്ങൾക്ക് നേരിട്ട് കാണാവുന്നതാണ്. ആ വികസനത്തിന്റെ പേരിൽ ആരും ചർച്ച ചെയ്യുന്നില്ല. 10 വർഷമായിട്ട് ഇവിടെ വികസന മുരടിപ്പാണ്. ഈ വികസന മുരടിപ്പ്, വികസിത് കേരളം, കേരളം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന് ഇനി പ്രത്യേകിച്ച് വികസിത് കേരളം ആകണമെന്ന കാര്യമൊന്നുമില്ല, വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് അമേരിക്കനേക്കാളും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് കൂടിയ ആളുകളാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ടാകുമല്ലോ കേരളത്തിൽ ഇത്രമേൽ വിലക്കയറ്റം. ഈ ജീവിത നിലവാരം മെച്ചപ്പെടുമ്പോൾ വിപണിയിൽ വില കൂടിയാലും എല്ലാവരും പോയി സാധനം വാങ്ങിച്ച് ജീവിച്ചുകൊള്ളുമല്ലോ. നിങ്ങൾ അറിഞ്ഞോ എല്ലാത്തിനും എത്രമാത്രം വിലക്കയറ്റമെന്ന സർവേകൾ വന്നിട്ടുണ്ട്. എല്ലാത്തിനും വിലക്കയറ്റം ഏറ്റവും കൂടുതൽ ഉണ്ടായ സംസ്ഥാനം കേരളമാണെന്ന കണക്കുണ്ട്. ഞാൻ അങ്ങയിലേക്ക് വരാം.